നമസ്കാരം. നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ ഷുവർ പാസ് വീഡിയോയിലൂടെ കഴിഞ്ഞ വർഷത്തെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യാം, കാണുക. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. പാർട്ട് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് പെട്രോൾ എഞ്ചിൻ. അപ്പൊ എന്താണ് ഇവിടെ സ്റ്റോഷിയോമെട്രി എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ എയറും ഫ്യൂവലും കൂടി, എയറും പ്ലസ് ഫ്യൂവലും കൂടി ചേർന്ന് അത് എന്ത് ചെയ്യുന്ന കമ്പസ്റ്റൻ നടക്കും അല്ലെ. രണ്ടും എയറും ഫ്യൂവലും കൂടി കത്തിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് ലഭിക്കാറുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആവശ്യമായ, അതായത് ഈ ഫ്യൂവലിന്റെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആവശ്യമായ എയറിന്റെയും ഫ്യൂവലിന്റെയും റേഷ്യോനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ കേസിൽ 14.7:1 ആണ്. എത്രയാണ്? 14.7 എന്ന് പറയുന്നത് എയറിന്റെ അളവാണ്. എന്തിന്റെ അളവാണ്? എയറിന്റെ അളവും 1% എന്താണ്, ഫ്യൂവലുമാണ് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ എയറിന്റെയും ഫ്യൂവലിന്റെയും മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോയിലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതിന്റെ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 14.7% എന്താ, അല്ലെങ്കിൽ 14.7 കിലോഗ്രാം എയർ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ 1 കിലോഗ്രാം എന്തുണ്ടായിരിക്കണം, ഫ്യൂവൽ ഉണ്ടായിരിക്കും. സോ ഇതാണ് ഇതിന്റെ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ സൈക്കിൾ വിച്ച് കണ്ടെയ്ൻ കോൺസ്റ്റന്റ് വോളിയം. എത്ര കോൺസ്റ്റന്റ് വോളിയം ആണ്? 2 കോൺസ്റ്റന്റ് വോളിയവും ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്സും. കോൺസ്റ്റന്റ് വോളിയം വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഏത് സൈക്കിൾ ആണ്? നമുക്കറിയാം PV ഡയഗ്രാം ഉണ്ട്. PV ഡയഗ്രത്തിൽ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും 2 ഐസെൻട്രോപിക് പ്രോസസ്സും. ഈ ഒരു പ്രോസസ്സ് വരുന്നത് ഏതിലാണ് വരുന്നത്? 1, 2, 3, 4 അല്ലെ. That is, it is a isentropic expansion, constant volume heat addition, isentropic compression, constant volume heat addition, isentropic expansion, constant volume heat rejection. Okay, heat addition, heat rejection. So ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമുക്കറിയാം ഓട്ടോ സൈക്കിളിലാണ്. എന്തിലാണ്? ഓട്ടോ സൈക്കിൾ അഥവാ പെട്രോൾ സൈക്കിൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഇവിടെ അതാണ് നടക്കുന്നത് അല്ലെ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, രണ്ട് ഐസോതേർമൽ പ്രോസസ്സും അതുപോലെ തന്നെ 2 ഐസെൻട്രോപിക് പ്രോസസ്സുമാണ് നടക്കുന്നതെങ്കിലോ ഇറ്റ് ഈസ് ഓൾവേസ് കാർനോട്ട് സൈക്കിൾ. നമുക്കറിയാം അതിന്റെ സൈക്കിളൊക്കെ എന്തെങ്കിലും പഠിക്കണം. കാർനോട്ട് സൈക്കിൾ. രണ്ടാമത്തത് ഒരു കോൺസ്റ്റന്റ് വോളിയവും കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്, 2 ഐസെൻട്രോപിക് ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ട്. കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് വോളിയം, 1 കോൺസ്റ്റന്റ് വോളിയം, 1 കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്, 1 കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ 2 ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ട്. ദാറ്റ് ഈസ് ഏതാണ്? ഡീസൽ സൈക്കിൾ. ഇറ്റ് ഈസ് കോൾഡ് ഡീസൽ സൈക്കിൾ. അങ്ങനെ ഡീസൽ സൈക്കിളിന്റെ PV ഡയഗ്രാം വരയ്ക്കുക. PV ഡയഗ്രാം ഓഫ് ഡീസൽ സൈക്കിൾ എങ്ങനെ? കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ട്, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ഉണ്ട്, ഐസെൻട്രോപിക് കംപ്രഷൻ ഉണ്ട്. ഇതാണ് 1, 2, 3, 4. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് ഏകദേശം വരുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് കർവിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് PV ഡയഗ്രാം വരുന്നത്. സോ നമ്മൾ എല്ലാത്തിന്റെ ഈ 3 സൈക്കിളിന്റെ PV ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ആ PV ഡയഗ്രത്തിന്റെ ഓരോ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ്. ആ PV-TS ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതി അല്ലെങ്കിൽ വരച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 2 കോൺസ്റ്റന്റ് വോളിയം, അതുപോലെ തന്നെ 2 ഇത് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോ സൈക്കിൾ. അതിന്റെ ആൻസർ ഈസ് ഓട്ടോ സൈക്കിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫൈ ദ റേഞ്ച് ഓഫ് കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ നമുക്കറിയാം. നമ്മുടെ PV ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു PV ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം ആണ്. ഇതെന്ന് പറയുന്നതോ ഇതിന്റെ സ്ട്രോക്ക് വോളിയം ആണ്. സ്ട്രോക്ക് വോളിയം. നമുക്കറിയാം V സ്ട്രോക്ക് ഡിവൈഡ് ബൈ V ക്ലിയറൻസ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിന്റെ കംപ്രഷൻ റേഷ്യോ. ദാറ്റ് ഈസ് V1. ഇത് V1 ആണെന്നുണ്ടെങ്കിൽ the V2, that is V1 by V2 is called compression ratio അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. അത് ഓട്ടോ സൈക്കിളിന്റെ കേസിൽ കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോ എന്താണ്? സെയിം ആണ്. എന്നാൽ ഡീസൽ സൈക്കിളിന്റെ കേസിൽ എന്തല്ല, കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും സെയിം അല്ല. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ ചോദിച്ചത് കംപ്രഷൻ റേഷ്യോ ഇൻ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14:1:22
14:1 എന്നുള്ള റേഞ്ചിൽ, അതായത് 14:1. ഇതിന്റെ 1 എന്ന് പറയുന്നത് എന്താണ്? ക്ലിയറൻസ് വോളിയം ആണ്. ഇത് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് വോളിയം ആണ്. സ്ട്രോക്ക് വോളിയം അല്ലേ, ഈ സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം എന്നൊക്കെ വിളിക്കാറ്. സ്ട്രോക്ക് ഈ ഒരു വോളിയം ഇവിടുന്ന് വിത്ത് ക്ലിയറൻസ് വോളിയം കൂടിയാണ് വരുന്നത് കേട്ടോ. VS എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള വോളിയം, V1 വരെയുള്ള വോളിയത്തിനെ എന്താ വിളിക്കുന്നത്? ഒരു കംപ്രഷൻ റേഷ്യോയിൽ വരുന്നത്. അപ്പൊ V1/VC ആണ്. അപ്പൊ ഇവിടെ ഈ 1 എന്ന് പറയുന്നതാണ് ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയത്തിൽ എത്ര മടങ്ങുണ്ടോ അതിന്റെ സിലിണ്ടർ വോളിയം ആണ് ഒന്നുകൂടി വരിക. അപ്പോൾ സിലിണ്ടർ വോളിയം മൊത്തത്തിൽ എത്ര സിലിണ്ടർ വോളിയം വരുന്നുണ്ട്? ഓക്കെ, അതായത് 14:1:22:1 എന്നുള്ള റേഞ്ചിലാണ് ഇത് വരുന്നത്, അതിന്റെ കംപ്രഷൻ റേഷ്യോ, അതായത് ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബി. പാർട്ട് ബിയിൽ വരുമ്പോൾ ഡ്രോ ദ PV ഡയഗ്രാം ഓഫ് കാർനോട്ട് സൈക്കിൾ ആൻഡ് മാർക്ക് ദ ഡിഫറെന്റ് പ്രോസസ്. കാർനോട്ട് സൈക്കിൾ വരയ്ക്കുക. കാർനോട്ട് സൈക്കിൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ. കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 ടൈപ്പ് പ്രോസസ് ആണുള്ളത്. ഒന്ന് ഐസെൻട്രോപിക് പ്രോസസ്സ്. അപ്പൊ എന്താ എത്ര ഉണ്ടാവും? 2 ഐസെൻട്രോപിക് പ്രോസസ്സ് അഥവാ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സും 2 ഐസോതേർമൽ പ്രോസസ്സുമാണ് ഉണ്ടാവുക. ഐസോതേർമൽ പ്രോസസ്സും ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെ വരയ്ക്കാന്നുള്ളത് നോക്കൂ. എങ്ങനെ വരയ്ക്കാം? 2 ഐസോതേർമൽ പ്രോസസ്, 1 to 2 ഐസോതേർമൽ പ്രോസസ് ആണ്. 3 to 4 ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ 1 to 2 ഹീറ്റ് അഡിഷൻ പ്രോസസ് ആണ്. ഹീറ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് വോളിയം കൂടുന്നുണ്ട് അല്ലെ. ഇത് PV ഡയഗ്രാം ആണ്, വോളിയം ഡയഗ്രാം ആണ്. ഇത് പ്രഷർ ആണ്. ഇവിടെ പ്രഷർ ആണ്, ഇവിടെ വോളിയം ആണ്. സോ 1 to 2 എന്ന് പറയുന്നത് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. വേണമെങ്കിൽ നിങ്ങൾ എഴുതാം എക്സ്പാൻഷൻ പ്രോസസ്. ഇതെന്താണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്, ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ആണ്. 2 അഡയബാറ്റിക് പ്രോസസ് ഉണ്ട്. ഇനി ഇതിൽ TS ഡയഗ്രാം കൂടി വരച്ചാൽ കുറച്ചും കൂടി എളുപ്പമായി. TS ഡയഗ്രാം എങ്ങനെ? TS ഡയഗ്രാം വരുന്നത് ഒരു ചതുരമാണ്. 1 ഇവിടുന്ന് തുടങ്ങി 2, 1, 2 അല്ലെ, 2, 3 and 4 ഈ ഡയറക്ഷനിലാണ് നടക്കുന്നത്. T1 is equal to T2 അല്ലെ. T1 ഉം T2 എന്താണ്? ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു മുകളിലുള്ള ടെമ്പറേച്ചർ ആണ് T1 ഈക്വൽ ടു T2. ഇനി T4 ഉം T3 എന്താണ്? ലോവർ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം അല്ലെ. അത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. ടെമ്പറേച്ചർ ഈക്വൽ ആണ്. സോ എൻട്രോപ്പി മാറുന്നുണ്ട്. 1 ഉം 2 ഉം. ഇവിടുത്തെ എൻട്രോപ്പി എന്താണ്? S1 is equal to S4 ആണ്. S2 is equal to S3 ആണ്. സോ എൻട്രോപ്പി അവിടെ സെയിം ആണ് അല്ലെ. ഈ ഒരു പൊസിഷനിലും എൻട്രോപ്പി സെയിം ആണ്, ഈ ഒരു പൊസിഷനിലും എൻട്രോപ്പി സെയിം ആണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണോ? ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. താഴെ പറയുന്ന ടേംസുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴോ ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസിയിലേക്ക് പോവാം. എന്താണ് മെക്കാനിക്കൽ? എല്ലാവർക്കും അറിയാം. മെക്കാനിക്കൽ ഏതൊരു മെഷീന്റെ കേസിലും നമുക്ക് എന്തുണ്ടാവും? ഒരു മെക്കാനിക്കൽ എഫിഷ്യൻസി ഉണ്ടാവും. സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് എന്താണ്? എഫിഷ്യൻസിയുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് പുറത്തേക്ക് എത്ര കിട്ടി, നമുക്ക് എത്ര കിട്ടി, ഔട്ട്പുട്ട് എത്ര നമ്മൾ ഇൻപുട്ട് ചെയ്തു എന്നുള്ളതാണ് എന്താ ഇതിന് ഏതൊരു എഫിഷ്യൻസി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അപ്പൊ മെക്കാനിക്കൽ എഫിഷ്യൻസി ഔട്ട്പുട്ടിലായിട്ട് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് എന്താണ്? ബ്രേക്ക് പവർ ആണ്. ബ്രേക്ക് പവർ അല്ലെ, എത്രയാണ് നമുക്ക് പുറമേ കിട്ടുന്ന പവർ? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്? ബ്രേക്ക് പവർ. ഇൻപുട്ടായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇൻപുട്ടായിട്ട് നമ്മൾ എന്താ ഫ്യൂവൽ കൊടുക്കാം അല്ലെ, എന്തായാലും കൊടുക്കുന്നത്. എന്താണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്? ഹീറ്റ് സപ്ലൈഡ്. അപ്പൊ അവിടെ എന്താണ്? ഹീറ്റ് സപ്ലൈഡ് അല്ലെ. ഹീറ്റ് സപ്ലൈഡ് ആണ് ഔട്ട്പുട്ട് ആയിട്ട്. ഇപ്പൊ ബ്രേക്ക് പവർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ വർക്ക് ഡൺ അല്ലെ, കേസിൽ വർക്ക് ഡൺ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഹീറ്റിന്റെ കേസിൽ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എങ്ങനെ കിട്ടാം നമുക്ക്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട് ആണ് എന്ത്? ഹീറ്റ് സപ്ലൈഡ് അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഈ ഒരു ഇക്വേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടുന്നത് അല്ലെ. സോ നമുക്ക് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് എ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ഡെലിവേർഡ് ബൈ ദ എഞ്ചിൻ to the gross indicated power. Indicated power divided, that is BP by mechanical efficiency. എങ്ങനെയാണ് വിളിക്കാം? Mechanical efficiency is equal to BP divided by IP ആണ്. ഇപ്പൊ ഇത് കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും? പോയിന്റിന്റെ ടേമിലായിരിക്കും. ഇൻറ്റു 100 വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ പെർസെന്റേജിൽ കിട്ടും. ഓക്കെ, BP/IP ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്തത് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ. എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്തു ഫോർ യൂണിറ്റ് പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്തു എന്നുള്ളത് പറയുന്നതാണ് എന്ത്? സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ. ദ സ്പെസിഫിക് ഫ്യൂവൽ ഓഫ് കൺസപ്ഷൻ ഓഫ് എൻ എഞ്ചിൻ ഈസ് ദ റേറ്റ് ഓഫ് ഫ്യൂവൽ ബേൺഡ്. എത്ര റേറ്റ് ഓഫ് ഫ്യൂവൽ ബേൺഡ്, അതായത് ഫ്യൂവൽ
ഫ്യൂവൽ ബേൺഡ് ഇൻ കിലോഗ്രാം പെർ ബൈ ടി അല്ലെ, അതായത് റേറ്റ് ഓഫ് ഫ്യൂവൽ ബേൺഡ്, റേറ്റ് ഓഫ് ഫ്യൂവൽ ബൈ ടൈമിനെ വിളിക്കുന്നത് റൈറ്റ് എന്ന് വിളിക്കുന്നത്, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നത് റൈറ്റ് എന്ന് വിളിക്കുന്നത്, റൈറ്റ് അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നൊക്കെ പറയാറില്ലേ ആക്സിലറേഷന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം വിളിക്കുന്ന പേരാണ് എന്താ റൈറ്റ്. റേറ്റ് ഓഫ് ഫ്യൂവൽ ബേൺഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ത്രസ്റ്റ്, യൂണിറ്റ് ത്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് യൂണിറ്റ് IP ഇൻറ്റു ഏത് പവറാണോ, പവർ ഡിവൈഡ് ബൈ പവർ അല്ലെ. അപ്പൊ യൂണിറ്റ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കിലോഗ്രാം ഓഫ് ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്തു അതിനെയാണ് എന്ത് വിളിക്കുന്നത് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്യൂവൽ ബേൺഡ്, റേറ്റ് ഓഫ് MT റേറ്റ് ഓഫ് ഫ്യൂവൽ ബേൺഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ത്രസ്റ്റ്. യൂണിറ്റ് ത്രസ്റ്റിന് യൂണിറ്റ് പവർ, ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ്, യൂണിറ്റ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഫ്യൂവൽ യൂസ് ചെയ്തു അല്ലെങ്കിൽ ബേൺ ചെയ്തു എന്നതാണ് ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ആണ്. ഇൻഡിക്കേറ്റഡ് ആകുമ്പോൾ മുകളിലുള്ള പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിക്കേറ്റഡ് നമുക്ക് കിട്ടിയത് എന്താണ്? ഇൻഡിക്കേറ്റഡ് പവർ ആണ്. നമ്മൾ കൊടുത്തത് എന്താണ്? ഇത്രയും ഹീറ്റ് ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് എങ്ങനെ കിട്ടും നമുക്ക്? മാസ് ഓഫ് ദ ഫ്യൂവൽ അല്ലെ, ഒരു കിലോഗ്രാം എത്ര കിലോഗ്രാം ആണ് മാസ് ഉപയോഗിച്ചത്? ഇപ്പോൾ 5 കിലോഗ്രാം 1 കിലോ CV കലോറിഫിക് വാല്യൂ, CV എന്ന് പറഞ്ഞാൽ കലോറിഫിക് വാല്യൂ. 1 കിലോഗ്രാം ബേൺ ചെയ്യുമ്പോൾ എത്ര എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ കലോറിഫിക് വാല്യൂവിനെ എന്ത് ചെയ്യുക? മാസ് കൊണ്ട് എത്ര മാസ് ഉപയോഗിച്ചോ, മാസ് ഓഫ് ദ ഫ്യൂവൽ യൂസ്ഡ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി സപ്ലൈഡ് നമുക്ക് കിട്ടും അല്ലെ. ടോട്ടൽ ഇൻപുട്ട് നമുക്ക് കിട്ടും. നമുക്ക് എത്ര ഇൻഡിക്കേറ്റഡ് പവർ കിട്ടി, അതേ ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഹീറ്റ് എനർജിയുടെ ഫോമിൽ ബേൺ ചെയ്തപ്പോൾ എത്ര ഹീറ്റ് കിട്ടിയിട്ടുണ്ട്, അതാണ് എന്ത് ചെയ്യുക? അത് തമ്മിലുള്ള റേഷ്യോനെ എന്ത് വിളിക്കുന്നത്? ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. ഇനി നമ്മളോട് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ചോദിച്ചാലോ? ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ദാറ്റ് ഈസ് ഇവിടെ ഇൻഡിക്കേറ്റഡ് മാറ്റിയിട്ട് എന്താക്കുക? BP ആക്കുക ഡിവൈഡ് ബൈ MF ഇൻറ്റു CV. സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ എന്താവും? ഇവിടെ പവർ ജസ്റ്റ് മാറും. ഇൻഡിക്കേറ്റർ പവർ എന്തായിട്ട് മാറും? ബ്രേക്ക് പവർ ആയിട്ട് മാറും. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർട്ട് സിയിലോ with a neat diagram explain the working of 4-stroke diesel engine. 4-stroke diesel engine ആണ്. ഡീസൽ എഞ്ചിൻ 4-stroke ഡീസൽ എഞ്ചിൻ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് അതിന്റെ 4 സ്ട്രോക്കിന്റെ ഫിഗറുകളാണ്. മിനിമം 4 സ്ട്രോക്ക് വരച്ചില്ലെങ്കിൽ ഒന്നെങ്കിലും വരച്ചു വെക്കണം. 4 സ്ട്രോക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ 4 സ്ട്രോക്കുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം വരച്ചു വെക്കുക. കണ്ടില്ലേ? ഇപ്പൊ നമുക്കറിയാം ഇതെന്താണ്? ഡീസൽ എഞ്ചിനാണെങ്കിൽ ഇവിടെ സ്പാർക്ക് പ്ലഗ് ആണോ വേണ്ടത്? അല്ല. എന്താ വേണ്ടത്? ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂവൽ ഇഞ്ചക്ടർ വരയ്ക്കണം നടുവിൽ. പിന്നെ 2 പോർട്ടുകൾ ഉണ്ടാവുമല്ലോ, 2 വാൾവുകളുണ്ട്. ഇഞ്ചക്ഷൻ വരുന്ന ഭാഗം, അതായത് 2 വാൾവുകൾ, ഇൻലെറ്റ് വാൾവ് ഉണ്ടാവും, ഔട്ട്ലെറ്റ് വാൾവ് ഉണ്ടാവും. 4 സ്ട്രോക്കുകൾ ഏതൊക്കെയാണ്? ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ, പവർ സ്ട്രോക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നിങ്ങനെ 4 സ്ട്രോക്കുകളാണ് അതിനുള്ളത് അല്ലെ. 4 സ്ട്രോക്ക് ആണുള്ളത്. സോ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ഫിഗറും വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഫസ്റ്റ് സ്ട്രോക്ക് ഡൗൺവാർഡ് സ്ട്രോക്ക് ആണ്. അതായത് ഇത് ബോട്ടം ഡെഡ് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ടോപ്പ് ഡെഡ് സെന്റർ ഉണ്ട്. ഇത് ബോട്ടം ഡെഡ് സെന്ററും മുകളിലുള്ള എന്താണ്? ടോപ്പ് ഡെഡ് സെന്ററും. പിന്നെ അങ്ങനെയൊക്കെ ടേംസുകളാണ് ഉപയോഗിക്കല്. വെൻ ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ബോട്ടം ഡെഡ് സെന്റർ ടു ടോപ്പ് ഡെഡ് സെന്റർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ബോട്ടം ഡെഡ് സെന്റർ, എന്താണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് താഴെയുള്ളതെന്ന് വിളിക്കും നമ്മൾ എന്താ? BDC ബോട്ടം ഡെഡ് സെന്റർ എന്നും ഇതിനെന്ത് വിളിക്കും? TDC ടോപ്പ് ഡെഡ് സെന്റർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ അങ്ങനെയുള്ള ടേംസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെഫിനിഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇൻടേക്ക് അഥവാ സക്ഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കും അല്ലെ. ഫസ്റ്റ് എന്താണ്? സക്ഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് വിളിക്കും. സക്ഷൻ സ്ട്രോക്ക്, ഇൻടേക്ക് സ്ട്രോക്ക്. എന്താണ് ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ? ഇൻടേക്ക് സ്ട്രോക്ക് occurs when the air fuel mixture is introduced into the combustion chamber. അപ്പോഴാണ് ആ ഫസ്റ്റ് സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത്? ഇൻടേക്ക് സ്ട്രോക്കിൽ എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സ്ചർ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ കമ്പസ്റ്റൻ ചേമ്പറിന്റെ ഉള്ളിലേക്ക്, ആ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻ ദി സ്ട്രോക്ക് ദ പിസ്റ്റൺ മൂവ് TDC ടോപ്പ് ഡെഡ് സെന്ററിന് എന്ത് ചെയ്യുന്നു? ഫാർത്തസ്റ്റ് പൊസിഷൻ, അതിനെ എന്ത് വിളിക്കുന്നത്? ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കുന്നത്. ടു BDC ബോട്ടം ഡെഡ് സെന്റർ, താഴത്തോട്ട് നിയറസ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ അടുത്തേക്ക് അല്ലെ, അതിനെ BDC എന്ന് വിളിക്കുന്നത്. ദ മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ടുവാർഡ് ദ BDC BDCയിലേക്ക് വരുന്ന സമയത്ത് ലോ പ്രഷർ ഏരിയ ഇൻ ദ സിലിണ്ടർ ഉള്ളിൽ ലോ പ്രഷർ ഏരിയ എന്തെയും ക്രിയേറ്റ് ചെയ്യും. കാരണം വോളിയം കൂടി ഇപ്പൊ പ്രഷർ കുറയും, അപ്പൊ ലോ പ്രഷർ ഉണ്ടാവും അല്ലെ. ദ ഇൻലെറ്റ് വാൾവ് റിമെയിൻ ടു ഓപ്പൺ ഫ്യൂ ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ ആഫ്റ്റർ ദ BDC കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ആംഗിളിൽ എന്ത് ചെയ്യും?
അതുവരെ എന്ത് ചെയ്യും, അതിന്റെ ഇല്ലറ്റ് പോർട്ട് അല്ലെങ്കിൽ ഇല്ലറ്റ് പോർട്ട് എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ആക്കിയിട്ട് ഇല്ലറ്റ് വാൾവ് എന്ത് ചെയ്യും, ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വെക്കാറുണ്ട്. ഓക്കെ, ദ ഇൻടേക്ക് വാൾവ് ദെൻ ക്ലോസ്, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, വാൾവ് ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ ഈ സീൽ ഇൻ ദ സിലിണ്ടർ, അതിന് ശേഷം അത് ക്ലോസ് ആകുന്നത് എപ്പോഴാണോ നമ്മൾ ഇൻടേക്ക് ക്ലോസ് ആകുന്നത്, അത് അതിനുള്ളിൽ നിന്ന് ആ മിക്സ്ചർ അതിനുള്ളിൽ ആ സിലിണ്ടറിനുള്ളിൽ എന്ത് ചെയ്യുന്നു, ക്ലോസ് ആയ സീലായി പോകുന്നു. നെക്സ്റ്റ് കംപ്രഷൻ സ്ട്രോക്ക്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ സ്ട്രോക്ക് ആയ കംപ്രഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻ ദ കംപ്രഷൻ സ്ട്രോക്ക് ദ ട്രാപ്ഡ് എയർ ഫ്യൂൽ മിക്സ്ചർ ഈസ് കംപ്രസ്ഡ് ഇൻസൈഡ് സിലിണ്ടർ. അതായത് സിലിണ്ടർ ഇതിന്റെ പിസ്റ്റൺ മുകളിലേക്ക് പോകും. ആ ടൈം എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും, ആ ഒരു എയർ ഫ്യൂൽ മിക്സ്ചർ എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ ലോക്കായിട്ട് കംപ്രസ് ചെയ്ത് പോകും അല്ലെ, കംപ്രസ് ചെയ്ത് പോകും. ഡ്യൂറിംഗ് ദ സ്ട്രോക്ക് ദ പിസ്റ്റൺ മൂവ് BDC to TDC കംപ്രസിംഗ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ. The momentum of the flywheel help piston to move forward. ഇത് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഫ്ലൈവീലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മൊമെന്റം ഇനേഷ്യ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നത് ബോട്ടം ഡെഡ് സെന്ററിൽ നിന്നും ടോപ്പ് ഡെഡ് സെന്ററിലേക്ക്. നമുക്കറിയാം പവർ സ്ട്രോക്കിന്റെ സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടുന്നത്. ആ എനർജി എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഫ്ലൈവീലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഫ്ലൈവീൽ എന്ത് ചെയ്യും, ആ എനർജി കാരണം എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും കറങ്ങാൻ തുടങ്ങും. ആ കറക്കം കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു സിലിണ്ടർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ വെൻ ദ ചാർജ് ഈസ് ഇഗ്നൈറ്റഡ്, ചാർജ് ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് ദ ചാർജ് ഈസ് വോളിയം ഈസ് കംപ്രസ്ഡ് എയർ ഫ്യൂൽ, അതായത് ടു ബി റിലീസ്ഡ് വെൻ ചാർജസ്, അതായത് കംപ്രഷൻ എയർ ഫ്യൂൽ മിക്സ്ചർ അലോ മോർ എനർജി ടു ബി റിലീസ്ഡ് വെൻ ചാർജസ്. ഈ കൂടുതൽ എനർജി കിട്ടുന്ന എപ്പോഴാണ്, ഇത് ഇഗ്നേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഇഗ്നേറ്റ് ചെയ്യുമ്പോഴെന്തെങ്കിലും ഫ്ലൈവീലിൽ കുറെ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ദ ചാർജ് ഈസ് ദ എന്താ ചാർജ് എന്ന് പറഞ്ഞാൽ, ചാർജ് ഈസ് ദ വോളിയം കംപ്രസ്ഡ് എയർ ഫ്യൂൽ മിക്സ്ചർ ട്രാപ്ഡ് ഇൻസൈഡ് ദ കംപ്രഷൻ ചാമ്പർ റെഡി ഫോർ ഇഗ്നിഷൻ. ഇഗ്നിഷന് കത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്നത്. കത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ചാർജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ നെക്സ്റ്റ് ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൾവ് മസ്റ്റ് ബി ക്ലോസ്ഡ് എൻഷുർ ദ സിലിണ്ടർ ഈസ് സീൽഡ്. നമ്മൾ എന്ത് ചെയ്യണം, ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും ഒക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, നല്ലൊരു കംപ്രഷൻ കിട്ടാൻ വേണ്ടി, റിസൾട്ട് നല്ല കംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് കംപ്രഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് അല്ലെ, സക്ഷനായി. അതുപോലെ തന്നെ സക്ഷൻ സ്ട്രോക്കായി നമ്മൾ എന്ത് ചെയ്തു, കംപ്രഷൻ സ്ട്രോക്കായി, സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്. പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പസ്റ്റൻ സ്ട്രോക്കിനെ വിളിക്കുന്ന പേര്. അവിടെ നമുക്ക് എനർജി, ആക്ച്വൽ എനർജി ലഭിക്കുന്ന സ്ട്രോക്ക് ഏതാണ്, നമ്മുടെ കമ്പസ്റ്റൻ സ്ട്രോക്ക് ആണ്. ദ സെക്കൻഡ് റൊട്ടേഷൻ, അതായത് ഫസ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞു, വൺ റെവല്യൂഷൻ കഴിഞ്ഞു അല്ലെ, അത് 360 ഡിഗ്രി കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത എന്ത് ചെയ്യണം, അടുത്ത റൊട്ടേഷൻ തുടങ്ങുക. ദ സെക്കൻഡ് റെവല്യൂഷൻ ഓഫ് ദ ക്രാം ഷാഫ്റ്റ് ബിഗിൻ വെൻ ഇറ്റ് കംപ്ലീറ്റ്സ് ഫുൾ റൊട്ടേഷൻ ഡ്യൂറിംഗ് ദ കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്ക് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയൊരു റൊട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യണം. അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, പവർ സ്ട്രോക്കിന്റെ സ്റ്റാർട്ടിംഗ് എന്നാണ്. ദ പവർ സ്ട്രോക്ക് ഒക്കർ വെൻ ദ കംപ്രസ്ഡ് എയർ മിക്സ്ചർ ഈസ് ഇഗ്നൈറ്റഡ്. അതെന്ത് ചെയ്യുന്നു, ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ത് ചെയ്യുന്നു, എയർ ഫ്യൂവൽ മിക്സ്ചർ ഇഗ്നൈറ്റ് ചെയ്തതോടെ എന്ത് ചെയ്യും, കമ്പസ്റ്റൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. യൂസിങ് സ്പാർക്ക് പ്ലഗ്, അതായത് ഡീസലിനും സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാറുണ്ട്. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇഗ്നേറ്റ് ചെയ്യാറുണ്ട്. ഇഗ്നീഷൻ ഓർ കമ്പസ്റ്റൻ ഈസ് റാപ്പിഡ്, അത് പെട്ടെന്ന് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഓക്സിഡൈസിങ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഫ്യൂവൽ കെമിക്കലി കമ്പൈൻ വിത്ത് ഓക്സിജൻ, ഫ്യൂവലും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുക. റിലീസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റിന്റെ ഫോമിൽ എന്ത് ചെയ്യുന്നു, എനർജി എക്സ്പെൽ ചെയ്യുന്നു. ദ ഹോട്ട് എക്സ്പാൻഡിംഗ് ഗ്യാസസ് ഫോഴ്സസ് ദ പിസ്റ്റൺ ഹെഡ് അവേ ഫ്രം ദ സിലിണ്ടർ. ടോപ്പ് ഡെഡ് സെന്ററിൽ നിൽക്കുന്ന പിസ്റ്റൺ എന്ത് ചെയ്യും, ആ ഒരു കമ്പസ്റ്റന്റെ സമയത്ത് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നു, തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇനി എക്സോസ്റ്റ് സ്ട്രോക്ക് തന്നെ ഈ ബേൺഡ് ഗ്യാസിനൊക്കെ പുറത്താക്കണം അല്ലെ. അങ്ങനെ അസ്യ പിസ്റ്റൺ റീച്ചസ് ദ BDC-ലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഡ്യൂറിംഗ് ദ പവർ സ്ട്രോക്ക് കമ്പസ്റ്റൻ ഈസ് കംപ്ലീറ്റ് ആൻഡ് ദ സിലിണ്ടർ ഫില്ല് വിത്ത് എക്സോസ്റ്റ് ഗ്യാസുമായിട്ട് എന്ത് ചെയ്യും, ഒന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളാൻ വേണ്ടിയിട്ട് വാൾസ് ഓപ്പൺ ഡ്യൂറിംഗ് ദി സ്ട്രോക്ക്. ആ സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റ് സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നു, വാൾസ് ഓപ്പൺ ചെയ്യും, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യും. And the inertia of flywheel and other moving part push the piston back to TDC. അത് എൻജിൻ പാർട്ടുകളും അതുപോലെ ഇനേഷ്യ എന്ത് ചെയ്യും, TDC-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിസ്റ്റണ് പുഷ് ചെയ്യും അല്ലെ. ഫോഴ്സിംഗ് ദ എക്സോസ്റ്റ് ഗ്യാസ് ത്രൂ ദ ഓപ്പൺ എക്സോസ്റ്റ് വാൾവ്. ഓപ്പൺ ചെയ്ത എക്സോസ്റ്റ് വാൾവിലൂടെ എന്ത് ചെയ്യുന്നു, ആ എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ അവസാനത്തിൽ ദ പിസ്റ്റൺ അറ്റ് TDC, വീണ്ടും പിസ്റ്റൺ അവിടെ ഉണ്ടാവും, TDC-ലേക്ക് ഉണ്ടാവും, പിന്നെ താഴത്തോട്ട് വരാൻ തുടങ്ങും.
രണ്ടാമത്തെ സൈക്കിള്, അടുത്ത സൈക്കിൾ അല്ലെ, അടുത്ത ഒരു സൈക്കിള് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ സക്ഷൻ ഷോക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, പാർട്സിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പാർട്സിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഒന്ന് വായിച്ചു നോക്കൂ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കൂ. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഗിവൺ. ഓക്കെ, ഇതൊരു 4 സിലിണ്ടർ ആണ്, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ്. 4 സിലിണ്ടർ ഉണ്ട്, 4 സ്ട്രോക്ക് ഉണ്ട് അല്ലെ. ബോർ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ടോർക്ക് തന്നിട്ടുണ്ട്, ആൻഡ് സ്പീഡ് തന്നിട്ടുണ്ട്, ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്, റിലേറ്റീവ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്, കലോറിഫിക് വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? മേക്ക് കാൽക്കുലേഷൻ ഫോർ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ ആൻഡ് ഫ്യൂവൽ കൺസപ്ഷൻ. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷറും ഫ്യൂവൽ കൺസപ്ഷനും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷറിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പറ്റുമോ? എന്താണ് ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ? ആൻഡ് ഫ്യൂവൽ കൺസപ്ഷൻ. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ, അതായത് നമുക്കറിയാം PM ആണ്, പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്, PM ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ PM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റഡ് പവർ PM, ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ, അതോടെ സാധാരണ മീൻ എഫക്റ്റീവ് പ്രഷർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് ബ്രേക്ക് പവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ കിട്ടും. IP ആണ് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് വിളിക്കും. ഈ പ്രഷർ എന്ന് വിളിക്കും ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് BP-യുടെ ഇക്വേഷൻ, നമുക്ക് IP-യുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ല. PM LANK/60 ആണ് എന്ത് ഇൻഡിക്കേറ്റഡ് പവർ. ഇത് ഇൻഡിക്കേറ്റഡ് പവർ, ഇത് ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അവിടെ BPM ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BP ബ്രേക്ക് പവർ കിട്ടും. LAN അല്ല, സ്മോൾ n ആണ്, സ്മോൾ NK/60. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ, പക്ഷേ പ്രഷർ എന്തായിട്ട് മാറും? ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ ആയിട്ട് മാറും ഇവിടെ BP ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെയാണ്. സോ നമുക്ക് ബാക്കി കാര്യം BP ബ്രേക്ക് പവർ ഉണ്ടോ ഇവിടെ ബ്രേക്ക് പവർ തന്നിട്ടില്ല, അപ്പൊ അത് കണ്ടുപിടിക്കണം. ലെങ്ത് തന്നിട്ടുണ്ടോ? ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് ഗിവൺ ഡാറ്റാസ് തന്നിട്ട് എഴുതി വെക്കുക ഓരോ സാധനങ്ങളും. ഇപ്പൊ എഞ്ചിൻ ബോർ എത്രയാണ്? എഞ്ചിൻ ബോർ ഡയമീറ്റർ 65 m, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.065 മീറ്റർ. ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ 0.095 മീറ്റർ. പിന്നെ അടുത്തത് 600 ന്യൂട്ടൺ മീറ്റർ ആണ്, കുഴപ്പമില്ല. RPM ആണ്. ക്ലിയറൻസ് വോളിയം 63 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ദാറ്റ് ഈസ് 63 × 10⁻⁻6 മീറ്റർ ക്യൂബ്. റിലേറ്റീവ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ഇതൊക്കെ കിലോ ജൂളിലാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BP കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? BP is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2πNT/60. 2 × π × n എത്രയാണ്? സ്പീഡ് 300 അല്ല, സോറി 3000 ആണ്. 3000 ഇൻറ്റു ടോർക്ക് എത്രയാണ്? 64 ന്യൂട്ടൺ മീറ്റർ ഡിവൈഡ് ബൈ 60. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? BP കിട്ടും. എത്രയാണ് BP കിട്ടിയെന്ന് പറയൂ? BP ദാറ്റ് ഈസ്, ഒന്ന് ചെയ്ത് നോക്കൂ എത്രയാണ്? കാൽക്കുലേറ്റർ. ഓക്കെ, എത്രയാണ്? 2 × π × 300 × 64 ഹരിക്കണം 6. ആൻസർ കിട്ടുന്നത് 20,106. ശരിയല്ല? 20,106.19. ഇത്രയും ബ്രേക്ക് പവർ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
കിലോ ജൂളിലേക്ക് മാറ്റാം. കിലോ ജൂൾ ദാറ്റ് ഈസ് ഇത്രയും ജൂൾ ആണ്. 20.106 കിലോ ജൂൾ. ഓക്കെ, ഇത്രയും ബ്രേക്ക് പവർ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ കിട്ടും. ഓക്കെ, ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ. അപ്പൊ അടുത്ത ഇതിലേക്ക് പോവാണ്. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ BP is equal to PM LA NK by 60, where N is the number of ആ സാധനം കൂടി കണ്ടുപിടിക്കാണ്ട് കേട്ടോ. N കണ്ടുപിടിക്കാണ്ട്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പവർ സ്ട്രോക്ക് ആണെന്ന് സ്മോൾ n എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾ വിളിക്കാം 4 സ്ട്രോക്ക് ആണെങ്കിൽ അത് N/2 ആണ്. സ്പീഡ് ബൈ 2 ആണ് എന്ത് നമ്പർ ഓഫ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ സ്പീഡ് എത്രയാണ്? 3000 ഡിവൈഡ് ബൈ 2 is equal to 1500. 1500 ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. PM നമുക്കറിയില്ല, PM ആണ് കണ്ടുപിടിക്കേണ്ടത്. PM is equal to 60 into BP ഡിവൈഡഡ് ബൈ LA into NK അല്ലെ, NK. ദാറ്റ് ഈസ് 60 into BP നമ്മൾക്ക് ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ച BP ആണ് 20.106. 20.106 കിലോ ജൂളിലാണ് ഇട്ടുള്ളത്. ആൻസർ കിട്ടുന്നത് കിലോ പാസ്കലായിരിക്കും. ലെങ്ത് എത്രയാണ്? 0.095 ഇൻറ്റു ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏരിയ എന്ന് പറഞ്ഞത് 5/4 ഇൻറ്റു 5/4 D സ്ക്വയർ ആണ്. D എന്ന് പറഞ്ഞാൽ ബോർ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് 65 ആണ്. ദാറ്റ് ഈസ് 0.065. ദാറ്റ് ഈസ് 0.065 D സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഷിഫ്റ്റ് പൈ ഇൻറ്റു 0.065 D സ്ക്വയർ ഹരിക്കണം 4 3.318 ഇൻറ്റു 10⁻³ അല്ലേ? അതിവിടെ കൊടുത്താൽ മതി. 3.3 ഇൻറ്റു 318 ഇൻറ്റു 10⁻³ അപ്പൊ AIN എന്ന് പറഞ്ഞത് 1500 ആണ്. K നമ്പർ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 4 സിലിണ്ടർ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 4 സ്ട്രോക്ക് 4 സിലിണ്ടർ നമ്പർ ഓഫ് സിലിണ്ടർ 4. സോ ഇത് ചെയ്യുന്ന സമയത്ത് 60 ഇൻറ്റു 20.106 ഹരിക്കണം 0.095 ഇൻറ്റു 1500 ഇൻറ്റു 4 ഇൻറ്റു 3.3 ഇൻറ്റു 10⁻³ ആൻസർ ഈസ് പ്രഷർ. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് 641.339 കിലോ പാസ്കൽ ആണ് കിട്ടുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 6.4 ബാർ എന്നൊക്കെ പറയാം. 6.4 ബാർ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. 41 ബാർ. ഇത്രയാണ് ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ. അടുത്തത് ഫ്യൂവൽ കൺസപ്ഷൻ ആണ്. ഫ്യൂവൽ കൺസ്യൂംഡ്. അപ്പൊ എന്താണ്? നമുക്ക് ഓൾറെഡി നമ്മൾ ബ്രേക്ക് പവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക് പവർ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ പറ്റും. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി നമുക്കറിയാം. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ BP ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ
mass of the fuel used, FC, fuel consumed, mass of the fuel consumed into CV, calorific value ആണ്. ഓക്കെ സോറി ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്യൂവൽ കൺസ്യൂംഡ് ആണ്, ഫ്യൂവൽ കൺസ്യൂംഡ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് BP അറിയാം, പിന്നെന്താ അറിയാം, CV കലോറിഫിക് വാല്യൂ അറിയാം, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഈ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുള്ള റിലേറ്റീവ് എഫിഷ്യൻസി എന്തുണ്ട്? റിലേറ്റീവ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റീവ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്നാണ്. ഓക്കെ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം? ആദ്യം എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം, എന്നിട്ട് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. സോ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുന്നുണ്ട്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് ഏത് സൈക്കിളോ? പെട്രോൾ സൈക്കിൾ ആണ്. ദാറ്റ് ഈസ് 1 - 1/R⁻⁻1 ആണ്. 1 - 1/R. എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ ആണ്. നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിന്റെ ക്ലിയറൻസ് വോളിയം ഇങ്ങനെയാണ് വരിക, PV ഡയഗ്രാം. ഓക്കെ, ഇത് VC ഉണ്ടാവും, ഇത് സ്ട്രോക്ക് വോളിയം ഉണ്ടാവും. അപ്പൊ സ്ട്രോക്ക് വോളിയം എന്ന് പറയുമ്പോൾ ഇത്രയേ വോളിയം ഉള്ളൂ. ക്ലിയറൻസ് വോളിയത്തിന്റെ കൂടി എന്ത് ചെയ്യണം? സ്ട്രോക്ക് വോളിയം കൂടി കൂട്ടും. ഈ ഒരു പിസ്റ്റം മൂവ് ചെയ്ത വോളിയത്തിന് എന്ത് വിളിക്കുക? സ്ട്രോക്ക് വോളിയം. അപ്പോൾ ക്ലിയറൻസ് വോളിയത്തിന് കൂടി സ്ട്രോക്ക് വോളിയം കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് V1 എന്നുള്ള ഈ ശരിക്കുള്ള വോളിയം. നമുക്കറിയാം റേഷ്യോ V1/V2 ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? VS സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം ആണ് V2 എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എന്താണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. VS ബൈ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. സ്ട്രോക്ക് വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു d². ആണ് എന്ത്? സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രോക്ക് വോളിയം നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 പോയിന്റ് നേരത്തെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തല്ലോ, LANK ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഏരിയ ഇൻറ്റു എന്ത് ചെയ്യണം? ലെങ്ത് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റു ലെങ്ത് അല്ല, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് π/4 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ 0.065 അല്ല, ബോ ഡയാമീറ്റർ തന്നെ 0.065 ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.095. ഇതും കൂടി ചെയ്ത ടോട്ടൽ സ്ട്രോക്ക് വോളിയം കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഷിഫ്റ്റ് π ഇൻറ്റു 0.065 πd² ഇൻറ്റു 0.095 ഹരിക്കണം 4. 3.15 ഇൻറ്റു 10⁻⁻4. ഇതാണ് എന്ത്? സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? ഇതിനോട് കൂടിയിട്ട് സ്ട്രോക്ക് വോളിയം പ്ലസ് എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള സെന്റിമീറ്റർ ക്യൂബ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ 63 അല്ലെ? ദാറ്റ് ഈസ് 63 ഇൻറ്റു 10⁻⁻6 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് പ്ലസ് 63 ഇൻറ്റു 10⁻⁻6. നമുക്ക് ആൻസർ കിട്ടുന്നത് 3 പോയിന്റ്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ അതായത് ക്ലിയറൻസ് വോളിയം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 പോയിന്റ്, അതായത് രണ്ടും കൂടി കൂട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് എത്രയാണ്? 3.78 ഇൻറ്റു 10⁻⁻4. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ വീണ്ടും എത്രയാണ്? ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ 68 ഇൻറ്റു 10⁻⁻6 ആണ്. ഇനി ഇതേ ഹരിക്കണം 68 ഇൻറ്റു 10⁻⁻6. ഏകദേശം ഒരു 5.6 ആണ് നമുക്ക് ഇതിന്റെ
കംപ്രഷൻ റേഷ്യോ കിട്ടുന്നത് 5.6 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് ഈക്വൽ ടു എത്രയെന്ന് എടുക്കാം, 6 എന്ന് എടുക്കാം. അപ്പോൾ കംപ്രഷൻ റേഷ്യോ എത്ര എടുക്കാം, 6 ആണെന്ന് എടുക്കാം. ആ കംപ്രഷൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എയർ സ്റ്റാൻഡേർഡ് 1-1/r⁻Γ-1 അല്ലേ, ദാറ്റ് ഈസ് r എന്ന് പറഞ്ഞ എത്രയാണ്, 6⁻Γ എന്ന് പറഞ്ഞാൽ 1.4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/6⁴ എന്ന് കിട്ടും. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 6⁴ എന്ന് പറഞ്ഞാൽ 2.04 ആണ്. 2.04. ഓക്കെ, അത് 1 ഹരിക്കണം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 0.48. ഇതിന്റെ ആൻസർ 1 - 0.48 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൻസർ എന്ന് പറഞ്ഞാൽ 51.16%. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എത്രയാണ്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എത്രയെന്ന് കിട്ടി, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി 0.51 റൗണ്ട് ആക്കി 512 എന്ന് എടുക്കാം. 512. ഓക്കെ, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഇവിടെ എത്ര 0.5 എന്നുണ്ട്. ദാറ്റ് ഈസ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി BTH. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, 0.512 × 0.5. എന്താ 0.5? റിലേറ്റീവ് എഫിഷ്യൻസി എത്ര തന്നിട്ടുണ്ട്, 0.5 തന്നിട്ടുണ്ട്. ജസ്റ്റ് 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 255. ബ്രേക്ക് തെർമൽ എത്രയാണ്, 0.255. ആൻസർ ഈസ് 255H. ഓക്കെ, അപ്പൊ അത് ആ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 255.8. ഓക്കെ, ഈക്വൽ ടു ബ്രേക്ക് പവർ. ബ്രേക്ക് പവർ നമ്മൾക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അത്ര കിലോ ജൂൾ എന്ന് പറഞ്ഞിട്ട്. ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു 20,106 അല്ല, 20,106. അപ്പൊ 20,106.106 ഡിവൈഡ് ബൈ മാസ് ഓഫ് ദ ഫ്യൂവൽ കൺസ്യൂംഡ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഫ്യൂവൽ കൺസപ്ഷൻ ഇൻറ്റു CV എത്രയാണ്, 42,000 കിലോ ജൂൾ തന്നെ വേണം. കാരണം വെച്ചാൽ ബാക്കി നമ്മൾ കിലോ ജൂളിലാണ് എടുത്തിട്ടുള്ളത്. സോ മാസ് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ 20.16 ഡിവൈഡ് ബൈ 0.2558 ഇൻറ്റു 42,000. ഓക്കെ, ജസ്റ്റ് ചെയ്യുമ്പോൾ 20.106 ഹരിക്കണം 0.2558 ഇൻറ്റു 42,000. ആൻസർ വരുന്ന സമയത്ത് 1.87 × 10⁻³ 1.87 × 10⁻³ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്, കിലോഗ്രാം പെർ അവർ ആണ്. സോ എന്താണ്, ഇൻറ്റു ഇതിന് 3600 ചെയ്യണം. ഇൻറ്റു 3600 ചെയ്യുമ്പോൾ ഇൻറ്റു 3600 ചെയ്യണം. എന്തിനാ ഇൻറ്റു 3600 ചെയ്യുന്ന ഈ കിട്ടിയ സംഖ്യനെ അപ്പോഴേ അവറിലേക്ക് മാറുള്ളൂ. 3600 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ആൻസർ 6.737 കിലോഗ്രാം പെർ അവർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ആ കാര്യങ്ങൾ അതിന്റെ ആൻസർ എന്തുണ്ട് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആൻസേഴ്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടുന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു. നല്ല രീതിയിൽ വീഡിയോ കാണുക. ഓക്കെ.